നെസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇതാണ് കേട്ടോ എൻ്റെ പെരുന്നാളിൻ്റെ ഡ്രസ്സ്. അപ്പോൾ അത്ര റേറ്റ് കൂടിയൊന്നുമല്ല, ചെറിയ വിലൻ്റാണ്. 850 കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഷാളിൻ്റെ കഥയൊക്കെ ഉണ്ട്, ഞാൻ കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇതെൻ്റെ എന്താ പറയുക, യൂട്യൂബ് ജീവിതത്തിലെ ഒരു ഏറ്റവും വലിയൊരു നിർണായക വഴിത്തിരിവാണ് കേട്ടോ. ഈ ഒരു പ്ലേ ബട്ടൺ കിട്ടിയിട്ട് ഒരു മാസത്തോളമായി. ഇപ്പോഴാണ് അൺബോക്സ് ചെയ്യുന്നത്. കുട്ടികളൊക്കെ വന്നിട്ട് അന്ന് പെരുന്നാളിൻ്റെ സമയത്ത് ചെയ്യാൻ വിചാരിച്ച്, പിന്നെ മറന്നുപോയി. എല്ലാവരും വന്ന് ജഗബോഗിയും തിരക്കും പെരുന്നാളും എല്ലാം കൂടി ആയതുകൊണ്ട് ഇപ്പോഴാണ് കേട്ടോ അത് പൊട്ടിച്ച് തുറന്നു നോക്കുന്നതൊക്കെ. ഭയങ്കര ഹാപ്പി, എന്നെക്കാളും ഇക്കാക്കും മക്കൾക്കുമാണ് കേട്ടോ. എനിക്ക് സന്തോഷമില്ല എന്നല്ല, പക്ഷേ അവരാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത്. എൻ്റെ എഫേർട്ടും കാര്യങ്ങളും ഒക്കെ, ഞാൻ പറയുന്നതൊക്കെ അവർക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് കിട്ടിയപ്പോൾ അവർക്കാണ് ഏറ്റവും സന്തോഷം. പിന്നെ അന്ന് ബേബിൻ്റെ ബർത്ത്ഡേ, ഇനി 9ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളും ഞാൻ കുറച്ച് മുന്നോട്ട് പോയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ അതാ രാവിലെ, ഇന്ന് കുട്ടികളൊന്നും വരാത്തൊരു ദിവസമാണ് കേട്ടോ. പെരുന്നാൾ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് കുട്ടികളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമുള്ള 2 ദിവസമല്ല, ഒരു 3-4 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണിത്. രാവിലെ തന്നെ അതാ തലേന്ന് രാത്രി എനിക്ക് കോഫി കുടിക്കാനൊരു പൂതി, അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് പോയിട്ടുണ്ട് ഇനി കോഫി കുടിക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ 2-3 ഷോപ്പ് നോക്കിയപ്പോൾ ഒന്നും അവിടെ ഇതില്ല. ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ട് 2-3 കട അടച്ചിട്ടുണ്ട്. നല്ല കോഫി കിട്ടണേ. പിന്നെ നമ്മളെന്താക്കിയ നെസ്കഫെ ആണോ എന്താണെന്നറിയില്ല, ആ കവർ പേര് മറന്നു കിട്ടോ നോക്കാൻ ഇപ്പോൾ വോയിസ് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു 2 പാക്കറ്റ് വാങ്ങിയിട്ട് ഞങ്ങളിതാ വീട്ടിലോട്ട് വന്ന് പിറ്റേന്ന് രാവിലെ കോഫി ഉണ്ടാക്കി കഴിക്കുകയാണ് കേട്ടോ. കപ്പിലോട്ട് നമ്മൾ ആ കോഫീൻ്റെ പൗഡർ ഇട്ടിട്ട് പാല് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യൽ. പാലിൽ കുറച്ച് വെള്ളം ഒഴിക്കും കേട്ടോ, ഒരുപാട് വെള്ളം ഒഴിക്കലില്ല ചായക്കും കോഫിക്കും ഒന്നും. എനിക്ക് ഒരുപാട് വെള്ളം പോലുള്ളത് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് മധുരം കാക്ക് ഇട്ട് കൊടുത്ത് എനിക്കും കുറച്ച് ഇട്ടിട്ടോ. അതാണ് ആ സൺറൈസിൻ്റെ ആണ് കേട്ടോ, നെസ്കഫേൻ്റെ തന്നെയാണ്, സൺറൈസ് എന്നാണ് അതിൻ്റെ പേരുള്ളത്. പിന്നെ അതാ കുറച്ച് ചക്കക്കുരു കാക്കൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്തതാണ് കേട്ടോ. കുറച്ച് മാങ്ങയൊക്കെ ഞാൻ കടുമാങ്ങട്ടൊക്കെ കാണിച്ചിട്ടില്ലേനു, അപ്പോൾ അതിൽ ബാക്കിയുള്ള ചക്കക്കുരുവാണ്. പിന്നെ ഇതാ കുറേ ദിവസമായി നോമ്പൊക്കെ ആയതിനോട് നമ്മൾ ഇഡ്ഡലിയൊന്നും ഉണ്ടാക്കലില്ലല്ലോ. അപ്പോൾ ഇഡ്ഡലി ഇതാ ചൂടോടുകൂടി എടുത്തതിനെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ മുറിഞ്ഞു പോയത്. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്, നല്ല ടേസ്റ്റുള്ള ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ചട്നിയൊക്കെ ഉണ്ടാക്കി. എനിക്ക് ഭയങ്കര അത് തിന്നാനുള്ളൊരു എന്താ പറയുക, ക്രേവിങ് എന്നൊക്കെ പറയാം. ഇഡ്ഡലിയും ചമ്മന്തിയും കഴിക്കാനുള്ളൊരിത്. അപ്പോൾ ഇക്കാക്കനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ദോശ വേണമെങ്കിൽ ഞാൻ ചുട്ടുതരാം, ഇഡ്ഡലി പറ്റുമോ എന്ന് വെച്ച്, പറ്റൂല ഞാൻ ദോശ ഇട്ടുതരാറിന്. പക്ഷെ വേണ്ട, ഇഡ്ഡലി തന്നെ മതിയെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ചട്നിയാണ് കേട്ടോ, അത് എൻ്റെ ഫേവറേറ്റ് ചട്നിയാണ്. തേങ്ങയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും ചെറിയ പീസ് ഇഞ്ചും പിന്നെ പാകത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് പുളി, ഒരുപാട് പുളി ആവണ്ട, പുളി വേണമെങ്കിൽ പിഴിഞ്ഞ് വെള്ളം ഒഴിക്കുക. ഞാനത് ഇപ്പോൾ തേങ്ങൻ്റെ കൂട്ടത്തിലേക്ക് പുളി ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല ഫൈനായിട്ട് അരിയരുത്, തരി വേണം കേട്ടോ. പിന്നെ ചീനച്ചട്ടി അടുപ്പത്തിച്ചിട്ട് മസ്റ്റാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കൽ. ഇപ്പോൾ കിട്ടുക കൊണ്ടുപോകുന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇത് മലയാളിമ എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു ബോട്ടിൽ, നമ്മൾ ആമസോണിലും മീഷോന്നൊക്കെ വാങ്ങുന്ന ഒരു ബോട്ടിലില്ലേ ഗ്ലാസിൻ്റെ, അപ്പോൾ ഓയിലൊന്നും പുറത്തേക്ക് ആ ഒരു യൂസ് ഇട്ടോ അതിന്. പ്ലാസ്റ്റിക്കാണ് എന്നാലും പിന്നെ നല്ലൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് കുപ്പി. ഇളയച്ചിൻ്റെ കൈമേൽ മുന്നേ കണ്ടിട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങനത്തെ ഒന്ന് വാങ്ങണം കിട്ടണം എന്നൊക്കെ. ഇത് ഓർക്കാപ്പുറത്തേക്കാകെ കൊണ്ടുപോകുന്നതാണ്. പിന്നെ നമ്മുടെ അടിപൊളി ചമ്മന്തിയും അടിപൊളി ഇഡ്ഡലിയും നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ഇങ്ങനത്തെ ചട്നി ഉണ്ടാക്കി നോക്കണ്ടി. ചമ്മന്തി ചമ്മന്തി അങ്ങനെയൊക്കെ 2 കണക്ക് തന്നെയാണല്ലോ. പിന്നെ അത് അമ്മൻ്റെ കോഴിക്കൾ ഏകദേശം ഇപ്പോൾ വലുതായിട്ടോ. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ചെറിയ മക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്നിന് എന്തോ പിടിച്ചുകൊണ്ട് പോയി. പിന്നെ അത് തള്ളക്കോഴി എപ്പോഴും മുട്ടയിടലുണ്ട്. ഇതാ മുട്ടയാണ് കേട്ടോ അത്. അപ്പോൾ ആദ്യമൊക്കെ പണ്ടൊക്കെ ഈ കോഴി പെട്ടെന്ന് പൊരുത്താവുമല്ലോ. അപ്പോൾ ഈ ഒരു പുള്ളിക്കോഴിയാണ് കേട്ടോ, അമ്മക്കോഴി. അപ്പോൾ അത് പെട്ടെന്ന് പൊരുത്താവുക വിചാരിച്ചിട്ട് ഞാൻ കോഴിമുട്ടൊക്കെ എടുത്ത് വെച്ച് പക്ഷേ ഇത് പൊരുത്താവുന്നില്ല. ഒരു 5-6 എണ്ണം ആയപ്പോൾ ഞാൻ വെറുതെ ഉമ്മ പറഞ്ഞ് കൂടുതൽ ചൂടുകാലമല്ല, അപ്പോൾ എടുത്തേക്കണ്ടാറുണ്ട്. അങ്ങനെ പൊട്ടിച്ച് നോക്കിയപ്പോൾ ഒക്കെ 2-3 എണ്ണം കേടായി പോയിട്ടോ. ഇപ്പം ഞാൻ പൊരുത്ത വെക്കാനായിട്ട് എടുത്ത് വെക്കലില്ല കേട്ടോ, കഴിക്കൽ തന്നെയാണ് ഇവിടെ. പിന്നെ ചപ്പാത്തിപ്പൊടിയൊക്കെ തീർന്ന് നമുക്ക് ഇനിയിപ്പോൾ പെരുന്നാളും നോമ്പൊക്കെ കഴിഞ്ഞതിനെ കൊണ്ട് രാത്രി ചപ്പാത്തി വേണമല്ലോ. അതിനിതാ ഞാൻ ചപ്പാത്തിക്ക് ഗോതമ്പ് വാങ്ങിക്കൊണ്ടുവന്ന് അത് കഴുകി വെയിലത്തിട്ട് ഉണക്കാൻ വെച്ചതാണ് കേട്ടോ. പിന്നെ ഈ ഒരു പേരയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് മക്കളെ 3 പേരിൻ്റെ ഫസ്റ്റത്തെ അക്ഷരങ്ങളാണ്. പിന്നെ ഗോതമ്പ് ഉണക്കി അതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കുന്നുണ്ട്, ഇനി പൊടിപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലൊരു ചെറിയൊരു മീൻകറിയും കൂടി കാണിക്കുന്നുണ്ട്. മുമ്പൊക്കെ ഞാൻ കാണിച്ചതാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഈ ഒരു സ്റ്റൈലിൽ തന്നെയാണ് കേട്ടോ അധികവും മീൻകറി വെക്കൽ. കേദർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീനാണ്. അപ്പോൾ ഈ ഒരു പച്ചമുളക് ഉണ്ടല്ലോ, നീളമുള്ള ആ പച്ചമുളകിൻ്റെ തീരെ എരിവ് ഉണ്ടാവില്ല, ചെറിയ ഉണ്ട പച്ചമുളകില്ല, അതാണ് കേട്ടോ നല്ല എരിവുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് പൊരിച്ചാൽ, കറി വെച്ചതിനെക്കാട്ടും രസം പൊരിച്ചാലാണ്. പിന്നെ ചപ്പാത്തി ഉണ്ട് കാക്ക്, രാത്രിക്കലേക്കുള്ള കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ പെരുന്നാളിൻ്റെ ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും ബാക്കി വന്ന് ഞാൻ ഒരു ബോട്ടിലിൽ ഇട്ട് വെച്ചതാണ്.
അപ്പോൾ ഒരുപാട് ദിവസം എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചത് എടുത്ത് വെക്കണം അത്ര ഇഷ്ടമല്ല, പേസ്റ്റ് ആക്കിയിട്ട്. അപ്പോൾ കുറച്ച് ബാക്കിയുള്ള അവിടെ എടുത്ത് വെച്ചതാണ്. എളുപ്പമാണ് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് എടുത്ത് വെക്കുകയാണെങ്കിൽ. പക്ഷേ കുറേ ദിവസം വെക്കുമ്പോൾ ഒരു സ്മെല്ലിനൊക്കെ ഒരു വ്യത്യാസം വരും. അപ്പോൾ ഇനി ഞാൻ കറി വെക്കട്ടെ കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉലുവട്ട് പൊട്ടിച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ ഉള്ളി ഇടേണ്ടത്. ഇപ്പോൾ ഞാൻ കണ്ടില്ലേ ഈ ഒരു ബോട്ടിൽ കാണിച്ചു തന്നില്ലേ, ഇതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. പുറത്തേക്കൊന്നും ഇങ്ങനെ ഒലിക്കാതെ ഒന്നും ആവില്ല കേട്ടോ, നല്ല വൃത്തി ഉണ്ടാവും. അല്ലെങ്കിൽ സാധാരണ കുപ്പിയൊക്കെ ഇങ്ങനെ ഒലിക്കുമല്ലോ, അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ അത് ആ ഉള്ളി ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക, നല്ല രീതിയിൽ തന്നെ വഴറ്റണം കേട്ടോ. അപ്പോൾ ഉള്ളി കുറേ ആയിപ്പോയാൽ കറിക്കൊരു മധുരം ഉണ്ടാവും. പിന്നെ അതിലേക്ക് ഒരു തക്കാളിയും 2-3 പച്ചമുളകും പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. മൂടി വെച്ചാൽ പെട്ടെന്ന് വേവുമെന്നാണ് പറയുക. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഈ വലിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ കുറച്ച് മുളകും പൊടിയും, പാകത്തിനുള്ള മുളകും പൊടി കേട്ടോ. ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ 1 കിലോ സാധാ മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും 500 കാശ്മീരിയും കൂടി പൊടിച്ചതാണ്. അപ്പോൾ കളറും ഉണ്ടാവും എരിവും ഉണ്ടാവും. പിന്നെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി പറഞ്ഞതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള പുളിയും കുറച്ച് വെള്ളമൊക്കെ കൂടി ഒഴിച്ച് കൊടുത്ത് കുറച്ച് കറിവേപ്പിനയിലും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ആ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മീൻ, അതിൽ തലയൊക്കെ ഉണ്ട് കേട്ടോ, തലയും പീസും എല്ലാം കൂടിയാണ്. അപ്പോൾ തല ഉണ്ടാകുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് കുടംപുളി ഇട്ടിട്ടും വെക്കട്ടോ. ഇവിടെ കാക്ക് കുടംപുളി ഇട്ടിട്ടാണ് ഇഷ്ടം. എനിക്ക് കുടംപുളി ഇട്ടിട്ട് സൂതക്കറിയാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ആ ചുരിദാറിൻ്റെ കാര്യം പറഞ്ഞില്ല, ചുരിദാറിൻ്റെ കൂടെ എന്തോ ഒരു ഷോളായിട്ട് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ഷോളാണ് കിട്ടിയത്. അപ്പോൾ അതാ ഞാൻ ഷോള് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നത്. കോഴിക്കോട് മിഠായിത്തെരുവിലുള്ള ആ ഒരു കോയിൻകോ ബസാറില്ലേ, അവിടെ പൊതുവേ റേറ്റൊക്കെ കൂടുതലാണ്. ഇപ്പോൾ ഞാൻ ഇതിന് അതേ കളർ തന്നെ ഷോളാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ആ ഒരു നമ്മളെ കഴുത്തിൻ്റെ അടുത്തുള്ള ആ ഒരു ഡിസൈനിലുള്ള ഷോൾ ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷേ കിട്ടിയില്ല. അപ്പോൾ കിട്ടിയത് കൊടുത്ത് പോകുന്നതാണ്. ഇവിടെ എപ്പോൾ വന്നാലും നല്ല മാച്ചായുള്ള ഷോളും മനസ്സിന് തൃപ്തിയുള്ളൊരു ഷോളും കിട്ടും കേട്ടോ. പിന്നെ എൻ്റെ ചെരുപ്പ് തുന്നിക്കാനുണ്ടതിന് അത് കൊടുത്ത് അതൊക്കെ തുന്നിക്കാൻ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ബീച്ചിലോട്ട് പോയി. ബീച്ചിൽ നമ്മളെ ഉപ്പൻ്റെ ഫാമിലിയിലെ ലേഡീസ് എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുണ്ടേന്. അങ്ങനെ അത് ആ ദിവസം കഴിഞ്ഞ് പിന്നെ അതാ ഫ്രിഡ്ജ് ക്ലീനിങ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നോമ്പ് കഴിഞ്ഞ് നാളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീണ്ടുപോയതാണ്. അപ്പോൾ അതാ ഫ്രിഡ്ജ് ക്ലീനിങ് കൂടി ഇതിൻ്റെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രിഡ്ജൊന്ന് ഓഫാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് സാധനം പുറത്തേക്ക് എടുത്തപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. ഇക്കാക്ക് എപ്പോഴും ചീത്ത പറയുന്നത്, ഇക്കാക്ക് ഇഷ്ടമില്ല ഇങ്ങനെ പാത്രങ്ങളൊന്നും അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. അത് ആ സ്റ്റീലിൻ്റെ വലിയ പാത്രത്തിൽ അത് അച്ചാറാണ്. അപ്പോൾ ബിരിയാണീൻ്റെ കൂടെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള. പിന്നെ അത് വീട്ടിൻ്റെ അടുത്ത് മാവ് മുറിച്ചപ്പോൾ കുറേ മാങ്ങ തന്നിട്ടുണ്ട്. ഇനി അച്ചാറിടണമെന്ന് വിചാരിച്ച് വെച്ചതാണ്. പിന്നെ അത് ആ കർമൂസാണ് കേട്ടോ ആ കാണുന്ന കുപ്പിയിൽ. ഉമ്രക്കൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു ദിവസം വന്നപ്പോൾ അരിഞ്ഞ് ഉപ്പിലിട്ട് വെച്ചതാണ് ഫ്രിഡ്ജിൽ. അപ്പോൾ കേടൊന്നും വരില്ല, നമുക്ക് എപ്പം വേണമെങ്കിലും എടുക്കാം. പിന്നെ അതാ കുറേ സാധനങ്ങൾ കുപ്പിയിലാക്കിയിട്ട് വെച്ചതാണ് കേട്ടോ. ഇതാ ഉണക്ക നെല്ലിക്കയും പിന്നെ അത് കസൂരി മേത്തിയും അങ്ങനത്തെ അതാ ചിയാ സീഡ് അങ്ങനത്തെ കുറേ ഐറ്റംസാണ് കേട്ടോ. അതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ 1-2 പ്രാവശ്യം ഞാൻ ഫ്രിഡ്ജ് ഓഫാക്കിയിട്ടീനും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും എന്തൊക്കെ ഒരു കാര്യത്തിലോ മടി കൊണ്ടോ അങ്ങനെ എന്തൊക്കെ ഞാൻ തിരിച്ചു പോയതാണ്. ഫ്രിഡ്ജിൻ്റെ ആ ഓരോ തട്ടിൻ്റെ മേലെയും ഞാനിതാ അതേപോലെ ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കടയിൽ നിന്ന് വാങ്ങണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നമ്മൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഷീറ്റൊക്കെ മുറിച്ചിട്ട് വെച്ച് കൊടുത്താലും മതി. ഇത് നല്ല ക്ലീൻ ആവും കേട്ടോ അങ്ങനെ വെച്ച് കൊടുത്താൽ. അപ്പോൾ ഒന്നായിട്ട് എടുത്ത് കഴുകേണ്ട ആവശ്യം വരില്ല. ഇടയ്ക്ക് നമ്മളവിടെ ആ തട്ടുകളൊക്കെ ഒന്ന് പൊടിയൊക്കെ നനഞ്ഞ് ചീത്താവുമ്പോൾ ആ ഷീറ്റ് മാത്രം എടുത്ത് ഉണക്കിയിട്ട് അതിലേക്ക് തന്നെ വെച്ചാൽ മതി. ഇത് ഞാൻ ഇന്നിപ്പോൾ ചെയ്യുന്നത് ഫുള്ള് ഡീപ്പ് ക്ലീനിങ് ആക്കി ചെയ്യാണ്. ഫ്രിഡ്ജ് മൊത്തത്തിൽ എടുത്ത് സാധനമൊക്കെ എടുത്ത് ഒഴിവാക്കി തട്ടുകളൊക്കെ ഓരോന്ന് ക്ലീൻ ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഈ ഷീറ്റ് ഉണ്ടാകുമ്പോൾ ഇടയ്ക്ക് ഒരു മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ നമുക്ക് ആ ഷീറ്റ് മാത്രം എടുത്താൽ മതി. ഇടയ്ക്ക് ഒരു 3-4 മാസം കൂടുമ്പോൾ മാത്രം ഇങ്ങനെ മൊത്തത്തിൽ പുറത്തേക്ക് എടുത്ത് ക്ലീൻ ചെയ്താൽ മതി. അഴുക്കുകളൊന്നും അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഇനി എന്നോടും കൂടിയാണ് കേട്ടോ പറയുന്നത്, ഒരുപാട് സാധനങ്ങൾ വലിച്ചു വാരി ഫ്രിഡ്ജിൽ വെക്കാത്തതാണല്ലേ. പക്ഷേ ഞാനത് എപ്പോഴും വെക്കുന്ന ഒരാളാണ്. എനിക്ക് എപ്പോഴും കാകനോട് ചീത്തയും കേൾക്കും. പിന്നെ അതുപോലെ നമ്മളെ സാധനങ്ങളൊക്കെ പഴയതൊക്കെ ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുമല്ലോ ബാക്കി വന്നൊക്കെ, പിന്നെ എടുക്കാം വിചാരിച്ചിട്ട്. പക്ഷെ അതൊക്കെ അധികവും ഒരു എന്താ പറയുക 50% അത് പുറത്തേക്ക് വലിച്ചെറിയലാണ് സാധാരണ ഉണ്ടാവൽ. അത് എടുത്ത് ഉപയോഗിക്കാനും മറന്നു പോകും. പിറ്റേന്ന് തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിലാണ് നല്ലത്. പിന്നെയും കുറേ ദിവസമൊക്കെ വെച്ചാൽ എന്തായാലും ബാക്ടീരിയ ഒക്കെ വരും, ആകെ അലമ്പാവില്ല. അപ്പം പിന്നെ എനിക്ക് ഇത് വേണ്ട, ഇനി അത് ഒഴിവാക്കുന്നത് തന്നെ നല്ലത്. ഹോസ്പിറ്റലിൽ വല്ല വയറിളക്കം പിടിച്ചാലോ വിചാരിച്ചിട്ട് അത് എടുക്കൂല കേട്ടോ. പിന്നെ ഷീറ്റൊക്കെ ഉണക്കാൻ പിന്നെ വെള്ളം വാരാൻ വേണ്ടി മാറ്റി വെച്ച് പിന്നെ അതിൻ്റെ ഓരോ തട്ടുകൾ ഒന്ന് കഴുകിയെടുക്കുകയാണ്, ക്ലീനാക്കി എടുക്കുകയാണ്. അപ്പോൾ അത് ഒന്ന് ക്ലീനാക്കി പേടിയാണ് കൈമന്ന് വീണ് പൊട്ടുമോ എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അടുക്കളയിൽ തന്നെ ഞാൻ ഇതുമേൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. പാത്രങ്ങളൊക്കെ പ്ലേറ്റൊക്കെ വെക്കുന്ന സ്റ്റാൻഡിൻ്റെ മേലെ വെച്ചിരിക്കുക. അങ്ങനെ വെള്ളം വാർന്ന് അങ്ങനെ ഉണങ്ങിക്കോളുമല്ലോ. പുറത്തുകൊണ്ടുപോയി വെച്ച് ഇനി പൂച്ച കോഴിയൊക്കെ തട്ടിയിട്ട് അത് പൊട്ടണ്ടായി വെച്ചിട്ട് അങ്ങനെ എല്ലാ ഇതും ക്ലീനാക്കി എടുക്കുകയാണ്. നമ്മൾ പാത്രം കഴുകണ
ആ ഒരു ലിക്വിഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരുപാടായാൽ നമ്മൾ ഇതിന് കേടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ചെടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ കാണിച്ച ആ ലിക്വിഡ് നല്ലതാണ് കേട്ടോ. നല്ല പതയൊക്കെ ഉണ്ട്, കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നെ ഇതാ ഈ ഒരു റോളുണ്ടല്ലോ മൈക്രോ ഫൈബറിൻ്റെ, അത് നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനും അങ്ങനത്തെ ഈ ഫ്രിഡ്ജ് തുടയ്ക്കാനും വാഷിംഗ് മെഷീൻ തുടയ്ക്കാനും എന്ന് പറഞ്ഞ മാതിരി ഇതെല്ലാത്തിനും ഇപ്പോൾ തന്നെയാണ് കേട്ടോ എടുക്കുക. അത് റീയൂസബിൾ ആണ്. അങ്ങനെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ അപ്പപ്പോൾ ആവശ്യത്തിന് അത് നിർത്ത് ഇങ്ങനെ മുറിച്ചെടുക്കുന്നുള്ളൂ. ഉപയോഗിച്ച് തന്നെ ഒരു 4-5 പീസായി ഇപ്പോൾ ഇതടക്കം. അതന്നെ ഉപയോഗിക്കുക. പക്ഷെ എന്നാലും അതൊന്നും കൊണ്ട് വലിച്ചെടുക്കാനാണ് എളുപ്പം തോന്നുക. അപ്പോൾ അതൊരു 4-5 പീസായി. ഇനിയിപ്പോൾ എന്തായാലും ഇതൊന്നും എടുക്കില്ല, അക്ക് ഫുള്ള് നശിച്ചിട്ട് ഞാനിത് ഉപയോഗിക്കുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാ ഈ ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. ഇതാ കണ്ടില്ല, നല്ലോണം അഴുക്കുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ, നല്ലോണം ഇതാ കണ്ടില്ല അടിഭാഗത്തൊക്കെ നല്ല വൃത്തികേടായിരിക്കുന്നു. വീണ്ടും ഞാൻ ആ ഒരു ഒരു പാത്രം കഴുകുന്ന ലിക്വിഡാണ് കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇപ്പോൾ നല്ലൊരു സ്മെല്ല് ഉണ്ടാകാൻ വേണ്ടിയിട്ട് വാനില എസൻസും കൂടി കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ. ഫ്രിഡ്ജിൽ ഒരുപാട് സാധനങ്ങൾ കുത്തി നിറച്ചാൽ ബാഡ് സ്മെല്ല് ഉണ്ടാവും. അതേപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ തുറന്നിട്ടാലും മറ്റുള്ളതിലൊക്കെ കിട്ടി എന്തോരം നിങ്ങൾക്ക് നിങ്ങൾ ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. ഈ ഫ്രിഡ്ജിലെ വെള്ളം വെക്കുമ്പോൾ ഫ്രീസറിൽ നമ്മൾ ഐസ് ക്യൂബൊക്കെ വെക്കുമ്പോൾ എന്തോ ഒരു സ്മെല്ല് ചില സമയത്തുണ്ടാവും. നമ്മൾ പാത്രം തുറന്ന് വെക്കുന്നതിനൊക്കെ ഉണ്ടാകും. ഫുഡിൻ്റെ പാത്രങ്ങളോ ബീഫോ ചിക്കനോ അങ്ങനത്തെ ഒക്കെ തുറന്ന് വെക്കുമല്ലോ അറിയാതെ. അങ്ങനെ ആകുമ്പോഴാണ് ആ വെള്ളം എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കഴിയണതും അടച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ. പിന്നെ അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫ്രിഡ്ജിൻ്റെ അടിയിൽ നല്ലോണം നോക്കുകയും വേണം. എപ്പോഴെങ്കിലും നമ്മൾ ഫുഡിൻ്റെ ബാക്കിയൊക്കെ സാധനങ്ങൾ നമ്മൾ ഉള്ളോട്ട് ആയിപ്പോയാൽ നമ്മൾ കാണൂല. അതും വലിയ പ്രശ്നമാണ്. ഉള്ളിൽ അവിടെ കിടന്നാലും പ്രശ്നമാണ്, ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കിടന്നാലും പ്രശ്നമാണ്. അത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും അതും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എത്രയെങ്കിലും ഒന്നും അതൊന്നും നമ്മളെ ശരീരത്തിന് കൊള്ളൂല. ഇത്തിരി നല്ലോണം അഴുക്കുകളൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പിൻ്റെ ആ നനച്ചുള്ളി സമയത്ത് നമ്മൾ ചെയ്തതാണല്ലോ. പിന്നെ അതുമല്ല നോമ്പാകുമ്പോൾ ഒരുപാട് ചിക്കനും ബീഫും മീനും എന്ന് പറഞ്ഞ മാതിരി അത് ഒരുപാടുണ്ടാവും. അതേപോലെ തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും, ഫുഡിൻ്റെ ബാക്കി ഉണ്ടാവും. അങ്ങനെ ആകുമ്പോഴാണ് കൂടുതൽ വൃത്തിയുടെ നമ്മളെ ഫ്രിഡ്ജിൽ വരുന്നത്. ഇപ്പോൾ കണ്ടില്ല അടിഭാഗമൊക്കെ നല്ലോണം അഴുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് വന്നത് തന്നെയാണ്. പിന്നെ അതേപോലെ ഫ്രിഡ്ജിൻ്റെ അടിഭാഗം നമ്മൾ തുറക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു മാറ്റ് ഇടണം നല്ലതാണ്. ഞാനൊരു മാറ്റിന് ഓർഡർ ചെയ്തിരിക്കണ്, അത് കിട്ടിയാൽ അതിൻ്റെ ഉള്ളിലിടണം. പിന്നെ എന്താ ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗവും ഒക്കെ തുടച്ചെടുക്കുക, നനച്ച് തുടയ്ക്കും. പിന്നെ ആദ്യം എല്ലാ ഭാഗത്തും മോൾ ഭാഗവും സൈഡിലും എല്ലാ ഭാഗവും. പിന്നെ അതേപോലെ ആ ഡോറിൻ്റെ ആ വാഷർ ഉണ്ടല്ലോ, അത് ഈ ക്രീം കളറായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൽ കരിമ്പം കുത്തുട്ടോ. അപ്പോൾ അത് ഇടയ്ക്ക് നമ്മൾ അത് നല്ലോണം ഒന്ന് തുടച്ചെടുത്തിട്ടില്ലെങ്കിൽ അഴുക്ക് അവിടെ കെട്ടിക്കിടന്നിട്ട് കൂടുതൽ വൃത്തികേടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ആവുന്നതിനനുസരിച്ച് തന്നെ അപ്പോൾ ആ വാഷറും നല്ലോണം ഒരുതി ക്ലീനാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അതാ നനഞ്ഞ തുണി വെച്ച് തുടച്ചതിൻ്റെ ശേഷം അതേപോലത്തെ ഒരു തുടയ്ക്കുന്ന ഒരു ക്ലോത്താണ് കേട്ടോ അത്. അപ്പോൾ അത് ഗ്രോ സ്റ്റോറിൽ നിന്ന് അയാൾ അയച്ചു തന്നതിന്. അപ്പോൾ അത് അതേപോലെ ഉണങ്ങിയ തുണി വെച്ച് തുടയ്ക്കണമല്ലോ ഒന്ന്, അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ പാടുകൾ അവിടെ അങ്ങനെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യണം, അങ്ങനെ ക്ലീനാക്കുക. പിന്നെ അത് ഫ്രീസറും അതേപോലെ തന്നെ നല്ലോണം ഒന്ന് ക്ലീനാക്കി. ഫ്രീസറിലൊന്നും പിന്നെ ഒന്നുമില്ല, ചിക്കനും ബീഫും ഒന്നും ഇല്ലാത്തതിനോണ്ട് ഒരു ഇത്തിരി ചിക്കൻ ഉണ്ട്. ഇനി അത് ഞാൻ പുറത്തേക്ക് വെച്ച് കറി വെക്കാനെടുത്ത് പിന്നെ അതിങ്ങനെ വെക്കണ്ടായി വെച്ചിട്ട് പിന്നെ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചിക്കൻ എടുത്ത് വെച്ചത്. അത് പുറത്തേക്ക് എടുത്ത് വെച്ച് മസാല വെച്ച് വെച്ചിക്കണ്. ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ ഇടാം കേട്ടോ. അത് നല്ല ടേസ്റ്റുള്ള പിസ്സയാണത്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മടിയന്മാരെ പിസ്സ എന്നൊക്കെ പറയണമായിട്ട്. അതൊരു എന്താ പറയുക യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ. ഒരു എന്താ പറയുക ഒരു ഈ കുക്ക് ഉണ്ടാവില്ലേ ഫുഡൊക്കെ ഉണ്ടാക്കണ ഷെഫ്, അപ്പോൾ അവരുണ്ടാക്കിയതാണ്. പിന്നെ അതൊക്കെ ഉണങ്ങി ഷീറ്റും ഒക്കെ പഴയ സ്ഥാനത്തേക്ക് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ കോമഡി എന്താ വെച്ചാൽ അതായത് മേലുള്ള തട്ട് തുറക്കാനും എടുത്ത് വെക്കാൻ പറ്റുന്നേ ഇല്ല. ആ മുകളിലത്തെ ആ ഒരു ചില്ലറുണ്ടല്ലോ നമ്മൾ പാലൊക്കെ വെക്കണേ, പക്ഷെ അത് തീരെ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നുണ്ട്. പക്ഷെ ആ കടന്നാൽ ഈ ഡോർ അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറേ ശ്രമിച്ച്, ഇക്കാക്ക് കുറേ ശ്രമിച്ച്, ഒരു രക്ഷയില്ല. അവസാനം നേരെ ലേറ്റ് അവിടെ വെച്ചേച്ച് പോയതാണ് കേട്ടോ. അപ്പോൾ അത് ഇനിയിപ്പോൾ വാവനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ച് വരെ കൊടുത്തിട്ടും റെഡി ആകുന്നില്ല. പിന്നെ ഇതാ എൻ്റെ പൊന്നുങ്ങട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് മൂപ്പർക്ക്. അപ്പോൾ ഈ കാക്കനോട് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇവരിവിടെ 5-6 ദിവസം ഉണ്ടായിന് കേട്ടോ കുട്ടികളും മോളൊക്കെ. മുന്നേ പറഞ്ഞിട്ടുണ്ട് കാക്കനോട്, നിങ്ങൾ വരുന്ന സമയത്ത് കയ്യും വീശി വരണ്ട കേട്ടോ, ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നാൽ മതി എന്ന് ആദ്യമേ പറഞ്ഞിരിക്കുന്നു. ഓനക്ക് പിന്നെ 1000-2000 ഡ്രസ്സൊന്നും വലിയ കണ്ണ് പിടിക്കൂല. ഇതേപോലത്തെ എന്തെങ്കിലും 500, 250, 300 ഒക്കെ ടോയ്സ് വാങ്ങിക്കൊടുത്താൽ അത് ഭയങ്കര ഹാപ്പിയാണ്. ഇവിടുന്ന് വല്ല ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് കേക്കൊന്നും വേണ്ട, അള്ളാഹ്ക്ക് ഇഷ്ടമല്ല കേക്ക് മുറിക്കണമെന്നൊന്നും. പക്ഷെ ആ സമയമായപ്പോൾ ഓനത് മറന്ന്. അപ്പോൾ ആ മോള് പറഞ്ഞു 9 കൊല്ലമായിട്ട് ഓർമ്മയില്ലാതെ കേക്ക് മുറിച്ചത് ഇനി പറഞ്ഞു. ഇപ്പോഴാണ് ഓനക്ക് കേക്ക് മുറിക്കാൻ പാടില്ല എന്നുള്ള ഓർമ്മ വന്നതെന്ന്. ഓൻ്റെത് ഫുള്ള് കോമഡിയാണ്, കുറേ പറയാനുണ്ട്. ഓൻ്റെ കോമഡി പറയുകയാണെങ്കിൽ നല്ല ഹരമാണ് ഓൻ്റെത്.
ഓരോ സമയത്ത് ഓരോന്ന് കയറലാണ് ശരീരത്തിൽ. ഇതിൻ്റെ ഇടക്ക് മൈക്കിൾ ജാക്സൺ കയറിയിട്ടുണ്ടേനി, പിന്നെ അതിൻ്റെ ഇടക്ക് പിന്നെ ഈ നഞ്ചക്കോട് കളിക്കുന്ന ബ്രൂസ്ലി ഇല്ലേ അതേനി, കുറേ വടിയും വെച്ച് അതൊക്കെ കളിച്ചെടുക്കണ പണി. ഇപ്പോൾ ഈ തറാവി നിസ്കരിക്കാനൊക്കെ പോയപ്പോൾ ഉസ്താദാണ് കേട്ടോ കയറിയത് ശരീരത്തിൽ. നമ്മൾ പറയും വലിയ ജുബ്ബൊക്കെ കരിഞ്ഞ് വാങ്ങിച്ച് നിസ്കരിക്കുമ്പോൾ ഫുള്ള് നിസ്കാരം ഓത്തുവാണ്. ഉസ്താദുമാർ പറയുന്ന മാതിരി ഉറക്കം ഓതും ചെയ്യും. അതേപോലെ തന്നെ ജുബ്ബൊക്കെ ഇട്ടിട്ടാണ് നിസ്കരിക്കുക. നല്ല കുറേ നമ്മൾ ചിരിക്കും, എന്നാലും വേണ്ടിയില്ല നിസ്കാരമൊക്കെ നിലനിർത്തി പോട്ടെ വിചാരിച്ച് നമ്മൾ പിന്നൊന്നും പറയില്ല കേട്ടോ ആ ജുബ്ബ ഇടണേന്. അപ്പോൾ നമ്മൾ പറയാം ഉസ്താദിൻ്റെ പ്രേതമാണ് ഇപ്പം കൂടിയത് എന്ന്. അത് കുറച്ച് കാലം ഉണ്ടാവും. എന്നാലും ഇതാ മൂപ്പർക്ക് കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് മൂപ്പര് ഗിഫ്റ്റ് തുറക്കാനും കാർ ഓട്ടാനും കേട്ടോ പോയത്. ഭയങ്കര ഇഷ്ടമാണ് കാറ്. അത് കണ്ടില്ലേ, ഉപ്പ ജീപ്പും വാങ്ങി കൊടുത്ത്, ഓൻ്റെ പപ്പ പിന്നെ കാറും വാങ്ങി കൊടുത്ത് നല്ല നല്ല ഹാപ്പിയായി. പിന്നെ അന്ന് നമ്മൾ ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടേനി. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞിട്ടോ. അപ്പോൾ അടുത്ത് നല്ല വീഡിയോ ആയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇൻട്രസ്റ്റും സന്തോഷവും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ വരാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.